നമസ്കാരം. പേരെന്തായിരുന്നു? അഞ്ജലി. ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആദ്യമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷകളുണ്ട് മുന്നിട്ടുള്ള സമയങ്ങൾ? ബി.ജെ.പിക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് വരെ ബി.ജെ.പി എന്ന് പറയുന്നത് ഇവിടെ വേരൂന്നില്ല, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഇവിടെ അടിത്തറയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും എഴുതി തള്ളപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം സുരേഷ് ഗോപി വൻ വിജയത്തോടുകൂടെ ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിച്ചു പോയി. അതിനുശേഷം ബി.ജെ.പി പ്രവർത്തകർ, അടിത്തട്ടിലുള്ള പ്രവർത്തകരടക്കം ഓരോരുത്തരും ബി.ജെ.പിക്ക് ഇനി കേരളത്തിൽ ഉയർച്ചകളുടെ അല്ലെങ്കിൽ വളർച്ചകളുടെ ഒരു കാലഘട്ടമാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബി.ജെ.പി പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളും ഒന്നടങ്കം അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ കേരളം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികൾ കേരളത്തിന് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തിലേക്ക് എന്തെല്ലാം സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ചർച്ചകളും നിരീക്ഷണങ്ങളൊക്കെ ജനങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് തലയ്ക്കകത്ത് വിവരവും വിദ്യാഭ്യാസവുമുള്ള ഓരോ മലയാളികൾക്കും മനസ്സിലാക്കാം, കേരളത്തിൻ്റെ അധപതനത്തിലേക്കാണ് ഈ രണ്ട് സർക്കാരുകളും കേരളത്തെ കൊണ്ടുപോയിരുന്നത്. ഇനി പ്രതീക്ഷ ബി.ജെ.പിയിലാണ്. ബി.ജെ.പി സർക്കാർ ഈ കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഇന്ത്യ ഒട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള പദ്ധതികൾ, അതിലൊക്കെ ജനങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷകളുണ്ട്. അത് കേരളത്തിലേക്കും വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ, കേരളത്തിൻ്റെ വികസനം, കേരളത്തിൻ്റെ വളർച്ച, സമഗ്ര മേഖലകളിൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന വളർച്ച, ഇതിനെക്കുറിച്ചൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ ബി.ജെ.പി പ്രവർത്തകർക്കായാലും അല്ലെങ്കിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കായാലും ഇനി അങ്ങോട്ട് ബി.ജെ.പിയിൽ, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായി ചുമതലയേറ്റിട്ടുള്ള ബി.ജെ.പിയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആരാധനയായിട്ടുള്ള ചന്ദ്രശേഖരൻ സാറിലും വളരെയധികം പ്രതീക്ഷകൾ തന്നെയുണ്ട്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ സുരേഷ് ഗോപി വിജയിച്ച സമയത്തുണ്ടായിരുന്ന ആ ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്കൊക്കെ നിലവിലെത്താൻ സാധിക്കുമോ? അതിനുള്ള ഒരു ആവേശമൊക്കെ ഇപ്പോൾ പ്രവർത്തകരുടെ മുന്നിലുണ്ടോ, മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പല പഞ്ചായത്തുകളിലും 34-ലധികം പഞ്ചായത്തുകളിൽ ഈ തൃശ്ശൂരിൽ ബി.ജെ.പി 1-ാം സ്ഥാനത്തെത്തി, പല പഞ്ചായത്തുകളിൽ 2-ാം സ്ഥാനത്തെത്തി. അപ്പോൾ അത്തരം പഞ്ചായത്തുകളിലൊക്കെ ഒന്ന് കൂടുതലും ഫോക്കസ് ചെയ്ത് ആ പഞ്ചായത്തുകളിലൊക്കെ വിജയത്തിൽ കവിഞ്ഞ് ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അതിനുള്ള വർക്കുകൾ പണ്ടേ, അതായത് ഈ ഒരു ഇലക്ഷന് ശേഷമേ ബി.ജെ.പി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള വോട്ട് ചേർക്കൽ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലേക്ക് ബി.ജെ.പി പ്രവർത്തകരും എല്ലാവരും കടക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങളും, ഒന്നിലധികം പഞ്ചായത്തുകൾ ഭരണത്തിലേറാനായിട്ട് സാധിക്കും, ഇഷ്ടംപോലെ പഞ്ചായത്തുകൾ നമുക്ക് ഭരണത്തിലേറാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സമഗ്രമായിട്ടുള്ള മേഖലകളിൽ ബി.ജെ.പിയുടെ ഒരു വളർച്ച ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വരുന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ഇതൊരു ബി.ജെ.പി ഊതി ഉയർപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ പ്രചരണമുണ്ട്. അങ്ങനെ ഒരു പ്രചരണത്തിൽ ഇവിടുത്തെ ജനങ്ങൾ പതിവ് പോലെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വോട്ട് ചെയ്യാനുള്ള സാധ്യത അത് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും നാളുണ്ടായിരുന്നത് പക്ക പൊളിറ്റിക്കൽ ബേസിൽ പോയിട്ടുള്ളൊരു സംവിധാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ രാജീവേട്ടൻ, അദ്ദേഹം വികസനത്തിൽ ഊന്നിയിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം വളരെയധികം നല്ല രീതിയിലും ചിന്തിച്ചുകൊണ്ടാണ് ഓരോ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം നടത്തിയിട്ടുള്ള ഈ വികസിത ഭാരതം അല്ലെങ്കിൽ വികസിത കേരളം എന്ന് പറയുന്ന ഒരു പരിപാടി. അത് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാരഥ്യം നമുക്ക് ഈ കേരളത്തിൽ നല്ലൊരു മാറ്റത്തിന് നമുക്ക് സാഹചര്യം ഒരുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് യുവജനങ്ങളുടെ ഒരു വലിയൊരു വോട്ടിംഗ് ശതമാനം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഇത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ജോലി എന്നുള്ള സംഭവം അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രത്യേകിച്ച് എടുത്തെടുത്ത് ഈ ഒരു വിഷയം പറയുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു മാറ്റം, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് കൂടുതൽ പിന്തുണയേറി വരുന്നൊരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. അതിൻ്റെ തെളിവാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഏറ്റവും അധികം സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും ആയിരിക്കും. യുവജനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറി ചിന്തിക്കുന്നവരാണ്. അവർക്ക് പക്കാ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അന്തം ലെവലിൽ ചിന്തിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയത്തിലേക്കല്ല ഇന്നത്തെ യുവജനങ്ങൾ പോകുന്നത്. അവർക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അവരുടെ വികസനത്തിലും അവരുടെ ജോലിയുടെ കാര്യങ്ങളിലായാലും അവരുടെ പഠനത്തിൻ്റെ കാര്യങ്ങളിലായാലും എന്ത് കാര്യങ്ങളിലായാലും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലൂന്നി ചിന്താശേഷിയുള്ള പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള യുവാക്കൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം വന്നാലേ നമുക്ക് കാര്യമുള്ളൂ എന്നുള്ള ഒരു വസ്തുതയിലേക്ക് അവരെത്തിപ്പെടും. അങ്ങനെ ഒരു വസ്തുതയിലേക്ക് അവരെത്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെ ഒപ്പമാണോ അല്ലെങ്കിൽ ആരാണോ നമ്മുടെ ഒപ്പം നിൽക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ കേരളത്തിലെ യുവജനങ്ങൾ തയ്യാറാണ്. ആ തയ്യാറായതിൻ്റെ ഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കണ്ടത്, തൃശ്ശൂരിൽ കണ്ടത്. തൃശ്ശൂർ ഒരു തുടക്കമാണ്. ഇനിയും നമുക്ക് ആ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. യുവജനങ്ങൾ ബി.ജെ.പി വോട്ട് ചെയ്തെന്ന് പറയുന്നത് തീർച്ചയായിട്ടും
ആ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? പേര് ബഗീഷ്. സംഘടനയുടെ എന്താ ചുമതല? ഭാരതീയ ജനതാ പാർട്ടിയുടെ നാട്ടിക നിയോജകമണ്ഡലം വൈസ് പ്രസിഡൻ്റായിരുന്നു. നിലവിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഇപ്പോൾ തീരദേശ മേഖലയിൽ നിന്നുള്ള BJPയുടെ ഒരു പ്രവർത്തകനാണല്ലോ. അതെ. ഇപ്പോൾ എങ്ങനെയുണ്ട് തീരദേശ മേഖലയിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് പാർട്ടിയുടെ സംവിധാനങ്ങൾ ഈ തരത്തിൽ ചലിക്കുന്നു? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് തീരദേശ മേഖലയിൽ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ നമ്മൾ കണ്ടത്. ആ ഒരു വിജയം അതിനേക്കാൾ വലിയൊരു മാർജിനിൽ വിജയിപ്പിച്ചുകൊണ്ട് തീരദേശ മേഖല പൂർണ്ണമായും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉരുക്ക് കോട്ടകളായി തന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾക്ക് അനുഭവപ്പെടാൻ പോവുകയാണ്. സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് BJPക്ക് വലിയൊരു മുന്നേറ്റമായിരുന്നു ഈ പറയുന്ന തീരദേശ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് അരയ സമുദായത്തിൻ്റെ വോട്ട് വലിയ രീതിയിൽ BJP നേടിയെടുക്കുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുണ്ടോ? കാലങ്ങളായി ഈ തീരദേശത്തെ ജനങ്ങളെ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും നുണകൾ കൊണ്ടും അസത്യങ്ങൾ കൊണ്ടും കോട്ടകൾ കെട്ടി സംരക്ഷിച്ചിരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും പൂർണ്ണമായി മാറിക്കൊണ്ട് സത്യത്തിൻ്റെ പാതയിൽ അവർ തീരദേശവാസികൾ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വലിയൊരു ഭൂരിപക്ഷം നൽകി. ആ ഭൂരിപക്ഷം ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ട് തീരദേശ മേഖല അടിസ്ഥാനമായിട്ടുള്ള മത്സ്യത്തൊഴിലാളി വർഗവും തീർച്ചയായും ദേശീയതയോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ തൃശ്ശൂർ ജില്ലയുടെ തീരദേശം ആയിരിക്കും ഇനിയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നിരവധി പഞ്ചായത്തുകൾ BJP ഭരിക്കാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയവും വിചാരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കേരളത്തിലൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, നിയമസഭയും പാർലമെൻറ്റും വ്യത്യസ്തമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ജനങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നൊരു സംഭവമാണ്. ആ ഒരു തൽസ്ഥിതി ഇത്തവണയും BJP അകറ്റി നിർത്താനുള്ളൊരു സാഹചര്യമുണ്ടോ? അല്ല, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കേരളം എങ്ങനെയാണ് ചിന്തിക്കുന്നതിൻ്റെ ഒരു ട്രയലാണ് തൃശ്ശൂരിൽ ഈ സാംസ്കാരിക തലസ്ഥാനത്ത് തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ നടന്നത്. അപ്പോൾ ഇന്നലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെങ്കിൽ, സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധിച്ചെങ്കിൽ, നാളത്തെ കേരളവും ഇതേ തൃശ്ശൂരിൻ്റെ ആ സാംസ്കാരിക തനിമ ഉള്ള തൃശ്ശൂരിൻ്റെ ആ മാറ്റത്തിലൂടെ തന്നെയാണ് കേരളവും സഞ്ചരിക്കാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾക്ക് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് അത് കുറച്ചെങ്കിലും BJPയിലേക്ക് മാറാനുള്ളൊരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. അതിനെ തടയിടാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും നിരന്തരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിൽ വിജയിച്ചു പോരാനായിട്ട് BJPക്ക് സാധിക്കുമോ? ഈ ക്രിസ്ത്യൻ വോട്ടുകൾ നേടിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായും ഈ ഒരു വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പൻ നിവാസികൾക്ക് ഒപ്പം നിന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. അത് മുനമ്പൻ നിവാസികൾക്കും അത്യാവശ്യത്തിന് കേരളത്തിലെ ബുദ്ധിയുള്ള എല്ലാ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്കും അനുഭവത്തിലുള്ളതാണ്. പക്ഷേ അസത്യം പ്രചരിപ്പിച്ചുകൊണ്ടും വ്യാജ വാർത്തകൾ ചമച്ചുകൊണ്ടും ഈ ഒരു മുന്നേറ്റത്തെ ക്രിസ്തു മതവിശ്വാസികളുടെ ഒരു BJPയിലേക്കുള്ള ഒഴുക്കിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രൊപ്പഗണ്ട തന്നെ മീഡിയയുടെ ഭാഗത്ത് നിന്ന് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു വലിയ സംഘടിതമായിട്ടുള്ളൊരു ആക്രമണം ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ BJPയിലൊക്കെ ഉള്ള പ്രവേശനത്തിനെ തടയുന്നത്, അതിനെതിരെയുള്ള ഒരു സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് മീഡിയയുടെ കയ്യിൽ നിന്നുള്ളത്. പക്ഷേ സത്യമായിട്ട് തന്നെ നിലനിൽക്കും. ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ദേശീയവാദികളും ദേശസ്നേഹികളുമായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗം തീർച്ചയായും കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീരദേശ മേഖലയിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏതെല്ലാം പഞ്ചായത്തിലാണ് BJP പ്രതീക്ഷിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിലെ പകുതിയിൽ കൂടുതൽ പഞ്ചായത്തുകളിൽ BJP പാർലമെൻറ്റ് ഇലക്ഷനിൽ മുന്നിലാണ്. കൂടാതെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു പകുതിയിലധികം പഞ്ചായത്തുകളും 1/3 ബ്ലോക്ക് പഞ്ചായത്തുകളും ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJPക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് BJP ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് നേരിടാൻ പോകുന്നത്.